महाभारतं महाभारतम् यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्य परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. ചൂതിൽ തോറ്റ പാണ്ഡവന്മാർ കാട്ടിൽ പോകുവാൻ രാജകീയ വസ്ത്രം മാറ്റി മാൻതോൽ ധരിച്ച് ദീക്ഷ കൈക്കൊണ്ടു നിന്നു. രാജ്യം നഷ്ടപ്പെട്ട് തോലുടുത്ത് കാട്ടിലേക്ക് പോകുവാൻ നിൽക്കുന്ന പാണ്ഡവന്മാരെ കണ്ട് ദുശാസനൻ ഇപ്രകാരം പറയുകയാണ്: മഹാനായ ദുര്യോധനൻ എതിരില്ലാത്ത ചക്രവർത്തിയായി. പാണ്ഡവന്മാർ തോറ്റ് ഇതാ വലിയ ആപത്തിലായിരിക്കുന്നു. കുറെ കാലത്തേക്ക് പാണ്ഡവന്മാർ അന്തമറ്റ നരകത്തിലാവുകയും ചെയ്തു. ഇനി ഈ അന്തസ്സുകളൊന്നും കാണിക്കുവാൻ ഇവർക്ക് അർഹതയില്ല. ലോകത്തിൽ ജനിച്ച പുരുഷന്മാരിൽ തങ്ങളെക്കാൾ യോഗ്യരില്ലെന്ന് മനസ്സിൽ തള്ളിച്ചയുള്ള പാണ്ഡവന്മാർ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? അവരെയും ഞങ്ങളെയും കണ്ടു നിൽക്കുന്നവർ പറയട്ടെ, ഇപ്പോൾ അവർ വെറും പതിരായ എള്ള് തന്നെയാണ്. വെറും പതിര്. മാത്രമല്ല ദ്രൗപദിയോട് പറയുകയാണ്: യാജ്ഞസേനി, നീ യോഗ്യനായ മറ്റൊരുത്തനെ ഭർത്താവായി യഥേഷ്ടം സ്വീകരിച്ചു കൊള്ളുക. ഇവിടെ ഞങ്ങളിൽ ആരെയെങ്കിലും ഭർത്താവായി സ്വീകരിച്ചാൽ ഇനിയും രാജ്ഞിയായി വാഴാം. എന്തായാലും നിന്റെ അച്ഛനായ ദ്രുപദന് തെറ്റുപറ്റി. ഈ ഷണ്ടന്മാരെ അല്ലേ നിനക്ക് ഭർത്താക്കന്മാരായി തന്നത്? ഇവരൊക്കെ വെറും പതിരെള്ളുകളാണ്. നിനക്കിവരെ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല ദ്രൗപദി. ഇപ്രകാരം ക്രൂരനായ ആ ദുശാസനൻ പാർത്ഥരെ ക്രൂരമായ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചപ്പോൾ അത്യമർഷത്തോടെ ഭീമൻ ഇങ്ങനെ ദുശാസനനോട് പറയുകയാണ്: ക്രൂരന്മാരായ പാപികളോടുകൂടി നീ അസഭ്യം പുലമ്പുന്നു. എടോ, ശകുനിയുടെ ചതിയുടെ നേട്ടം കൊണ്ടല്ലേ നീ ഇപ്പോൾ വലിയ യോഗ്യത ചിലയ്ക്കുന്നത്? വാക്ശല്യം കൊണ്ട് ഞങ്ങളുടെ മർമ്മത്തിൽ കുത്തുന്ന നിന്റെ മർമ്മം ഞാൻ യുദ്ധത്തിൽ പിളർന്ന് ഇതിന്റെ പകരം ചോദിച്ചു കൊള്ളാം. മാത്രമല്ല, ഇപ്പോൾ ക്രോധലോഭങ്ങൾ മൂലം നിന്നെ പിന്തുടരുന്ന അനുയായികളെയും ഞാൻ നിശേഷം മുടിച്ചേ അടങ്ങൂ. ഇങ്ങനെ ഭീമൻ പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിനെ കളിയാക്കുകയാണ്. ആ സമയത്ത് ഭീമൻ കാണിച്ച ആംഗ്യമൊക്കെ തിരിച്ചങ്ങോട്ട് പ്രയോഗിച്ചിട്ട് കളിയാക്കുകയാണ്. ഗൗ 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 എന്നൊക്കെ പറഞ്ഞ്, പശു പശു എന്നൊക്കെ വിളിച്ച് പരിഹസിച്ച് ചിരിച്ച് തുള്ളിച്ചാടുകയാണ് ദുശാസനൻ. ഇത് കണ്ട് വീണ്ടും അമർഷത്തോടെ ഭീമൻ ഗർജിക്കുകയാണ്: എടാ ദുശാസന, നീ പരുഷം പറഞ്ഞുകൊള്ളുക. ചതിച്ച് ജയിച്ച് ധാടി പറയുന്നതിൽ ലേശം പോലും പൗരുഷമില്ലെന്ന് എല്ലാവർക്കും അറിയാം. എടോ ദുശാസന, പോരിൽ നിന്റെ മാറിടം കുത്തിപ്പിളർന്ന് രക്തം ഞാൻ മോന്താതിരുന്നാൽ ഈ മൃഗോദരന് പുണ്യലോകം ലഭിക്കാതെ പോകട്ടെ. എന്തായാലും ഒന്നിനെയും ബാക്കി വെക്കാതെ, ഈ ധാർത്തരാഷ്ട്രന്മാരെ ഒന്നിനെയും ബാക്കി വെക്കാതെ ഒട്ടുനാൾക്കുള്ളിൽ ഞാൻ സംഹരിച്ചേ അടങ്ങൂ. ഇത് സത്യമാണ്. ഇങ്ങനെ ഒരു ശപഥം ചെയ്ത് ഭീമൻ സഹോദരന്മാരോടുകൂടി പുറത്തേക്കിറങ്ങി. അപ്പോൾ മതിമറന്ന് സന്തോഷത്തോടെ ദുര്യോധനൻ ഭീമസേനന്റെ ആ സിംഹതുല്യമായ ഗതി, അതായത് അങ്ങനെയാണ് നടക്കുന്നത്, നെഞ്ചൊക്കെ വിരിച്ചിട്ട്, ഇതിനെ വികൃതമായി ഗോഷ്ഠിയോടെ അനുകരിച്ച് പുറകെ നടക്കുകയാണ്. ഭീമൻ ഇത് കണ്ട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു: ഇതുകൊണ്ടായില്ല ഇന്ന് നീ എന്നെ പരിഹസിച്ചതിനുള്ള മറുപടി നിന്റെ കൂട്ടുകാരോടൊപ്പം നിന്നെ വധിക്കുന്ന സമയത്ത് ഞാൻ കേൾപ്പിച്ചുകൊള്ളാം. ഇങ്ങനെ തന്നെ തന്റെ സഹോദരന്മാരോടുകൂടി അപമാനിച്ച് അവനെ നോക്കി കോപം കടിച്ചിറക്കി മാനിയായ ഭീമസേനൻ കൗരവ സഭ വിട്ട് പുറത്തു പോരുമ്പോൾ ഇപ്രകാരം വീണ്ടും ഒരു ഘോര ശപഥം ചെയ്തു: ദുര്യോധനനെ ഞാൻ കൊല്ലും, ദുശാസനനെയും കൊല്ലും, കർണനെ അർജുനൻ കൊല്ലും,
ശകുനിയെ കള്ളച്ചൂത് കളിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതി വരുത്തിയ ശകുനിയെ സഹദേവൻ കൊല്ലും. ഇതും കൂടെ ഈ മഹാസദസ്സിൽ ഞാൻ പറയുന്നു. മഹായുദ്ധം അടുത്തു കഴിഞ്ഞു. എന്റെ വാക്ക് ദേവകൾ സത്യമാക്കി തീർക്കും. മഹാപാപിയായ ദുര്യോധനനെ ഞാൻ ഗദ കൊണ്ട് അടിച്ചു വീഴ്ത്തി അവന്റെ തല നിലത്തിട്ട് ചവിട്ടും. വാക്കിൽ ശൗര്യമുള്ള ദുശാസനന്റെ രക്തം പോരിൽ സിംഹത്തെ പോലെ ഞാൻ കുടിക്കും. ഇങ്ങനെ പറഞ്ഞപ്പോൾ അർജുനൻ പറയുകയാണ്, ജ്യേഷ്ഠ, ഈ വാക്കുകൊണ്ട് ഇപ്പോൾ ഇത് ഇവിടെയുള്ളവരല്ലേ കേൾക്കുന്നുള്ളൂ. നമ്മുടെ നിശ്ചയം സജ്ജനങ്ങൾ അറിയുകയില്ലല്ലോ. ക്ഷമിക്കൂ. 14-ാം ആണ്ട് പിറക്കട്ടെ. വരാൻ പോകുന്നതൊക്കെ അന്ന് ശരിക്കും എല്ലാവരും കണ്ടുകൊള്ളും. ഇങ്ങനെ ഭീമൻ പറഞ്ഞതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അർജുനനും പറയുകയാണ്, ജ്യേഷ്ഠ, ഭവാന്റെ വാക്കുപ്രകാരം ഞാൻ പോരിൽ കർണനെ സംഹരിക്കുന്നതാണ്. ഭീമന്റെ പ്രിയത്തിനായി ഇതാ അർജുനൻ ശപഥം ചെയ്യുന്നു. കർണനെയും കൂട്ടുകാരെയും ഈ പോരിൽ ഞാൻ അമ്പെയ്തു കൊല്ലുന്നതാണ്. ദുര്യോധനൻ 14-ാം ആണ്ട് രാജ്യം സത്കാരപൂർവ്വം മടക്കി തന്നില്ലെങ്കിൽ അന്നീ ശപഥം നടക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ അർജുനൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സഹദേവനും നകുലനും എല്ലാവരും ഓരോരോ ശപഥം ചെയ്യുകയാണ്. അതിനുശേഷം യുധിഷ്ഠിരൻ എല്ലാവരുടെയും മുന്നിലെത്തി അവരോട് പറയുകയാണ്, ഹേ ഭാരതന്മാരെ, ഞാൻ യാത്ര ചോദിക്കുന്നു. വൃദ്ധനായ മുത്തച്ഛനോടും ദ്രോണരോടും കൃപരോടും അശ്വത്ഥാമാവിനോടും വിതുരരോടും എല്ലാവരോടും ഞാൻ യാത്ര പറയുന്നു. ഞങ്ങൾ പോയി വരട്ടെ, വന്നിട്ട് കാണാം. എന്നാൽ അവിടെയുള്ള എല്ലാവരും തന്നെ ലജ്ജിച്ച് ഇരിപ്പായി. അവർക്കാർക്കും ഒരു മറുപടിയും പറയാനുണ്ടായില്ല. എല്ലാവരും മനസ്സുകൊണ്ട് ഈ പാണ്ഡവന്മാർക്ക് നന്മ നേരുകയാണ്. ഇതേ സമയം വിതുരർ പറയുകയാണ്, ശ്രേഷ്ഠയായ രാജപുത്രി കുന്തി നിങ്ങളുടെ കൂടെ കാട്ടിൽ വരേണ്ടതില്ല. അവർ നിത്യവും സുഖത്തോടെ ജീവിച്ചവളാണ്. എന്റെ ഗൃഹത്തിൽ പൂജയേറ്റ് സുഖമായിട്ട് അവർ വാഴട്ടെ. പാർത്ഥന്മാരെ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകട്ടെ. ഇത് കണ്ട് പാണ്ഡവന്മാർ പറഞ്ഞു, എന്നാൽ അങ്ങനെ തന്നെയാകട്ടെ. ഞങ്ങളുടെ അമ്മ അങ്ങയുടെ ഗൃഹത്തിൽ സുഖമായി ജീവിക്കട്ടെ. ഞങ്ങൾക്ക് അച്ഛനെ പോലെ ആശ്രയമായിട്ടുള്ളത് ഭവാനാണ്. ഞങ്ങൾക്ക് ഗുരുവാണ് ഭവാൻ. അങ്ങ് കൽപ്പിക്കും പോലെ ചെയ്യാം. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും. ഇങ്ങനെ വിതുരർ കാട്ടിൽ ആചരിക്കേണ്ട ധർമ്മത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ സംയമനത്തോടെ കാട്ടിൽ കഴിയണം. ഇതൊരു തപസ്സായി കരുതണം എന്നാണ് വിതുരർ ഉപദേശിക്കുന്നത്. കൗന്ദേയ, നിനക്ക് പോകുവാൻ ഞാൻ സമ്മതം തരുന്നു. നിനക്ക് സ്വസ്തി ഭവിക്കട്ടെ. ഈ സമയം കൃഷ്ണ കുന്തിയെ ചെന്ന് കണ്ട് യാത്ര പറഞ്ഞു. മറ്റ് സ്ത്രീകളോടും യാത്ര പറഞ്ഞു. ദ്രൗപദി കുന്തിയുടെ കാൽക്കൽ കുമ്പിട്ട് യാത്ര പറയുമ്പോൾ അവളെ ആലിംഗനം ചെയ്ത് കുന്തി പൊട്ടിക്കരഞ്ഞുപോയി. ദ്രൗപദിയും കരഞ്ഞു. ഇത് കണ്ടതോടുകൂടി പാണ്ഡവ അന്തഃപുരത്തിൽ നിലവിളി മുഴങ്ങി. കുന്തി തന്റെ സ്നുഷയോട്, അതായത് ദ്രൗപദിയോട് ഗദ്ഗദ സ്വരത്തിൽ ദുഃഖം കൊണ്ടിടറുന്ന വാക്കുകൾ പണിപ്പെട്ട് പറഞ്ഞു. കുന്തി പറഞ്ഞു, മകളെ, നീ ദുഃഖിക്കരുത്. സ്ത്രീധർമ്മങ്ങൾ വേണ്ട പോലെ അറിയുന്ന നീ ശീലാചാരമുള്ളവളാണല്ലോ. ഭർത്താക്കന്മാരെ പറ്റി എന്റെ ഉപദേശമൊന്നും നിനക്ക് ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഇവിടെ കുന്തി സഹദേവനെ പ്രത്യേകമായി നോക്കണമെന്ന് പറയുകയാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ഇളയ ആൾ സഹദേവനാണ്. മാതൃ പ്രസവിച്ചതാണെങ്കിലും കുന്തിയാണ് വളർത്തിയത്. അതുകൊണ്ട് സഹദേവനോട് ഒരു ഇളയ മകനോടുള്ള വാത്സല്യം ഉണ്ട്. അതുകൊണ്ട് പറയുന്നു, ദ്രൗപദിയോട് പറയുകയാണ്, കാട്ടിൽ വാഴുന്ന എന്റെ ഉണ്ണിയായ സഹദേവനെ നീ നന്നായി നോക്കണം. ആ ഭീമാൻ സങ്കടത്തിൽ തളരാത്ത വിധം നീ സംരക്ഷിക്കണം. ഇങ്ങനെ കുന്തിയുടെ വാക്ക് കേട്ട് അപ്രകാരമാകാം എന്ന് പറഞ്ഞ് ദ്രൗപദി കണ്ണുനീർ തുടച്ചു. അതേസമയം ദ്രൗപദി പോകുന്നത് എങ്ങനെയായിരുന്നു ആ സഭയിൽ വെച്ച് അവളെ അപമാനിച്ചത്. ആ ഒറ്റ വസ്ത്രത്തിൽ, അതും ചോര പുരണ്ടിരിക്കുന്നു. ദുശാസനൻ അഴിച്ചു ചിന്നിയ മുടിയോടെ തന്നെ അവൾ ഇറങ്ങി. കുന്തി കരഞ്ഞുകൊണ്ട് അവളെ പിന്തുടർന്നു. ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുന്ന മക്കളെ കണ്ടിട്ട്, അതേസമയം ശത്രുക്കൾ ചുറ്റും നിന്ന് ചിരിക്കുന്നതും കണ്ടിട്ട് കുന്തി
നിലവിളിക്കുകയാണ്. ശരിക്കും പലതും പറഞ്ഞ് വിലപിച്ചു. മക്കളെ, നിങ്ങൾ ഇത്രയും കഷ്ടമായ അഴലിൽ പെട്ടുപോകാൻ എന്ത് മഹാപാപം ചെയ്തു? ഇത്രയും ധർമ്മിഷ്ഠരായി നടന്നിട്ടും എന്ത് കാരണത്താലാണ് നിങ്ങൾക്ക് ഈ ഗതി വന്നത്? അതോ എന്റെ കുറ്റം കൊണ്ടാണോ? സദ്ഗുണവാന്മാരായ നിങ്ങൾ ഇത് അർഹിക്കുന്നില്ല. പക്ഷേ സത്യത്തിൽ അന്ന് നിങ്ങളെയും കൊണ്ട് ഹസ്തിനാപുരിയിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ഭാവി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു മക്കളെ. നിങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ വരില്ലായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സുഖങ്ങളൊക്കെ വിട്ട് എങ്ങനെ കാട്ടിൽ പാർക്കും? നിങ്ങളുടെ അച്ഛൻ ധന്യനാണ്, ഇതൊന്നും കാണാതെ പോയല്ലോ. മാതൃയും ധന്യയാണ്, അവളും നേരത്തെ ഇതൊന്നും കണ്ടു നിൽക്കാതെ പോയല്ലോ. ഞാൻ എന്തിനിങ്ങനെ ജീവിച്ചിരിക്കുന്നു? ജീവനിൽ ആശ വെച്ചിട്ടാണല്ലോ ഞാൻ ഈ ഹസ്തിനാപുരിയിലേക്ക് വന്നത്. അതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്കിപ്പോൾ നഷ്ടബോധം തോന്നുന്നു, കുറ്റബോധം തോന്നുന്നു. ഒരു പക്ഷെ എൻ്റെ ആയുസ്സിന്റെ ദൈർഘ്യം അവസാനിച്ചിട്ടില്ലായിരിക്കാം. അത് കഴിഞ്ഞ് കൃഷ്ണനെ വിളിച്ച് കരയുകയാണ്. ദ്വാരകാവാസിയായ കൃഷ്ണ, നീ എവിടെ? എന്താണ് നീ ദുഃഖം കളഞ്ഞ് ഞങ്ങളെ രക്ഷിക്കാത്തത്? എന്നെയും ഈ വീരന്മാരെയും എന്താണ് ദുഃഖത്തിൽ നിന്ന് കരകയറ്റാത്തത്? ആദ്യന്തഹീനനായ നിന്നെ വിചാരിക്കുന്ന ജനങ്ങളെ നീ കാക്കും എന്നുള്ള ചൊല്ല് ഇപ്പോൾ വിഫലമായല്ലോ കൃഷ്ണ. അജ്ഞാനുവർത്തികളായിരുന്നിട്ടും എന്തേ എന്റെ മക്കൾ ഇങ്ങനെ ദുഃഖിക്കാൻ? നീതിയിലും അർത്ഥത്തിലും നിപുണന്മാരായ ഭീഷ്മരും ദ്രോണരും കൃപരും കുലപാലകന്മാരായി ഉണ്ടായിരുന്നിട്ടും എന്താണ് ഈ ആപത്തിങ്ങനെ സംഭവിച്ചത്? നീ അവരെ ഉപേക്ഷിക്കുകയാണോ? ശത്രുക്കൾ കള്ളച്ചൂതിൽ തോൽപ്പിച്ച് കാട് കയറ്റുന്നത് നീ കാണുന്നില്ലേ? ഇത് കഴിഞ്ഞ് സഹദേവനോട് പറയുകയാണ്, സഹദേവ, ഉണ്ണി, നീ പോകരുത്. നീ എങ്കിലും എന്റെ കൂടെ ഇവിടെ നിൽക്കൂ. അല്ലെങ്കിൽ ഞാനും വരാം നിങ്ങളുടെ കൂടെ കാട്ടിലേക്ക്. എനിക്കിവിടെ ഒറ്റയ്ക്ക് സാധിക്കില്ല. ഇവിടെ ഭഗവാൻ എന്തിനാണോ ഭൂമിയിൽ അവതരിച്ചത് ആ കാര്യം നടക്കാൻ ഇവർ കാട്ടിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസരത്തിൽ ഭഗവാൻ കണ്ണടയ്ക്കുന്നത്. ഇത് ഭഗവാൻ തന്നെ നിശ്ചയിച്ച ഒരു യാത്രയാണ്. അതിനി ഇവരുടെ വനവാസ കാലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ യുദ്ധം ജയിക്കണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു തപസ് ഇവർ നേടേണ്ടതുണ്ട്. അതിനായിട്ടാണ് ഇങ്ങനെയൊരു വിധി സംഭവിച്ചത്. പക്ഷെ സ്വാഭാവികമായും നമ്മളൊക്കെ നമ്മുടെ ഭാവി എന്താണെന്നറിയാതെ, അല്ലെങ്കിൽ ഭഗവാൻ എന്തുകൊണ്ട് എനിക്ക് ദുഃഖം തരുന്നു എന്നറിയാതെയാണ് ഇപ്പോൾ കുന്തി കരഞ്ഞതുപോലെ നമ്മളും കരയാറുണ്ട്. കൃഷ്ണ, നീ ഇത് കാണുന്നില്ലേ? നിന്നെ എത്ര വിളിച്ചിട്ടുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളും കരയാറുണ്ട്. അത് നമ്മുടെ അജ്ഞാനമാണ്. നമുക്കറിയില്ല നമ്മളെ എന്തിനു വേണ്ടി, എന്തോ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമ്മളെ കടത്തിവിടുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മൾ അതൊക്കെ സഹിക്കാൻ പഠിക്കും. അങ്ങനെ സഹിക്കാൻ പഠിക്കണം എന്നുകൂടെ കാണിച്ചു തരികയാണ് ഭഗവാൻ. ദുഃഖിച്ച് അലമുറയിടുന്ന കുന്തിയെ യുക്തികൾ കൊണ്ട് ദുഃഖിതനായ വിതുരൻ ആശ്വസിപ്പിച്ചിട്ട് തന്റെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെയുള്ള ധാർത്തരാഷ്ട്ര സ്ത്രീകൾ എല്ലാവരും ആ വിവരം കേട്ടു. അവർ ചൂതാടിയതും കൃഷ്ണയെ ചൂതരങ്ങിലിട്ട് വലിച്ചഴച്ച് അപമാനിച്ചതും കേട്ട് ആ കുരു സ്ത്രീകൾ പോലും കരഞ്ഞുപോയി. അവർ കൗരവന്മാരെ നിന്ദിച്ചു. അതേസമയം ഈ പാണ്ഡവന്മാർ കാട്ടിലേക്ക് പോയതിനു ശേഷമാണ് ധൃതരാഷ്ട്ര മഹാരാജാവിന് ബോധം വന്നത്. ആ സമയത്ത് തന്റെ മകന്റെ ദുർനീതി ചിന്തിച്ച് ആകെ വിഷമിച്ചു രാജാവ്. മനസമാധാനം നഷ്ടപ്പെട്ടു. അങ്ങനെ ഏകാഗ്രമായി ചിന്തിച്ച് തനിക്ക് ഈ സമയത്ത് എന്തെങ്കിലും ഒരു ഉപദേശം തരണം എന്ന രീതിയിൽ വിതുരനെ ആളയച്ചു വരുത്തുകയാണ്. അങ്ങനെ വിതുരർ വന്നപ്പോൾ ധൃതരാഷ്ട്രർ ചോദിക്കുകയാണ്, വിതുര, പറയൂ, അവരെങ്ങനെയാണ് കാട്ടിലേക്ക് പോയത്? വിതുരർ ഓരോരുത്തരും പോയ ഒരു രീതി അത് പറഞ്ഞു കൊടുക്കുകയാണ്.
ഉത്തരീയത്താൽ മുഖം മറച്ചിട്ടാണ് യുധിഷ്ഠിരൻ പോയത്. കൈകൾ ഉയർത്തിക്കാണിച്ചാണ് ഭീമൻ പോയത്. രാജാവിന്റെ പിന്നിൽ അർജുനൻ മണൽ വാരിയെറിഞ്ഞാണ് പോയത്. മുഖം ചായം തേച്ച് നിറം മാറ്റി ആകാരം മറച്ചിട്ടാണ് സഹദേവൻ പോയത്. ദേഹത്തിലൊക്കെയും പൊടിയണിഞ്ഞ് ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരനായ നകുലൻ നടന്നു. അതേസമയം ദ്രൗപദി രാജാവിന്റെ പിന്നിൽ കരഞ്ഞ് കണ്ണീരൊഴുക്കിക്കൊണ്ട് നടന്നു. ഇവരുടെ പുരോഹിതനായ ധൗമ്യ മഹർഷിയും ഇവരുടെ കൂടെ പോയിരുന്നു. സാമവേദങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് ധൗമ്യ മഹർഷിയും കൂടെ പോയത്. അപ്പോൾ ധൃതരാഷ്ട്രർ ചോദിക്കുകയാണ്, പല മാതിരിയിലാണല്ലോ ഓരോരുത്തരും പോകുന്നത്, ഇതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ വല്ലതുമുണ്ടോ, ലക്ഷണമുണ്ടോ? അത് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ വിതുരൻ പറയുകയാണ്, നിന്റെ മക്കൾ ഈ നാടും ധനവും ചതിച്ചു നേടിയെങ്കിലും ധീമാനായ ധർമ്മപുത്രന്റെ മനസ്സിൽ ധർമ്മത്തിന് മാറ്റം അശേഷമില്ല. ഇപ്പോഴും നിന്റെ മക്കളിൽ അവന് അനുകമ്പയാണുള്ളത്. ചതിയാൽ രാജ്യഭ്രംശം വന്നതുകൊണ്ടുള്ള കോപത്താൽ ജനങ്ങളെ ഘോരദൃഷ്ടി കൊണ്ട് ഞാൻ ചുട്ടരിക്കുകയില്ല എന്നാണ് ഉത്തരീയം കൊണ്ട് തന്റെ മുഖം മറച്ചു പോകുന്നതിന്റെ അർത്ഥം. ഭീമൻ പോകുമ്പോൾ കണ്ടതിന്റെ അർത്ഥവും ഞാൻ പറയാം. കയ്യൂക്കിന് തന്നോടെതിരായി ആരുമില്ല, അതുകൊണ്ടാണ് കൈ രണ്ടും ഉയർത്തി വിരിച്ചു നടന്നത്. ഇനി പൂഴിത്തരി തെറിപ്പിച്ചുകൊണ്ടുള്ള അർജുനന്റെ പോക്കിന്റെ സാരം ഇടതടവില്ലാതെ ശത്രുക്കളിൽ ശരവർഷം ചൊരിയുമെന്ന സൂചനയാണ്. അതേസമയം സഹദേവൻ ചായം തേച്ചത് തന്റെ മുഖം ആരും കാണരുത് എന്ന് വിചാരിച്ചാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനായ നകുലൻ സ്വയം പൊടിയണിഞ്ഞ് വൃത്തികേടായി നടന്നത് സുന്ദരിമാരാരും തന്നെ കണ്ട് മനസ്സിളകരുത്, അവർക്ക് മനസ്സിളകരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ചോര പുരണ്ട ഒറ്റ വസ്ത്രം ധരിച്ച് മുടി ചിന്നി കരഞ്ഞ് കണ്ണുനീരിൽ കുളിച്ചു പോകുന്ന ആ രജസ്വലയായ പാഞ്ചാലി ഇങ്ങനെ പറയാതെ പറയുന്നു, ആരുമൂലം, ഏത് ശത്രുക്കൾ മൂലം എനിക്ക് ഈ സ്ഥിതി വന്നു ചേർന്നുവോ ആ പാപികൾ ഇന്നേക്ക് 14 വർഷം ചത്തൊടുങ്ങി. ഭർത്താക്കന്മാരും മക്കളും ബന്ധുക്കളും പോയിട്ട് ഞാൻ ദുഃഖിച്ച ഇന്നത്തെ എന്റെ ദുഃഖം ഇവരുടെ ഭാര്യമാർ അനുഭവിക്കണം. അവരും ഇതുപോലെ ചോരയിൽ മുഴുകി വാർക്കൂന്തൽ ചിന്നി പൊടി പുരണ്ട് ആ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെയും മക്കളുടെയും ഉദകക്രിയ ചെയ്തു കഴിഞ്ഞ ശേഷമേ ഞാൻ ഈ ഹസ്തിനാപുരിയിൽ കാൽ കുത്തുകയുള്ളൂ. ഇതാണ് ദ്രൗപദി കാണിച്ചു തന്ന ലക്ഷണം. മാത്രമല്ല വിതുരർ പറയുകയാണ്, രാജാവേ, അവർ പോയതിനു ശേഷം ഇവിടെ ഓരോ ദുർനിമിത്തം കാണുവാൻ തുടങ്ങി. ഇതൊക്കെ അങ്ങയുടെ പിടിപ്പ് കേടുകൊണ്ട് വന്നു ചേർന്ന ആപത്താണ്. ഭവാൻ മൂലം ഈ ഭാരതത്തിന്റെ നാശമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് തന്നെ നാരദ മഹർഷി സഭാമധ്യത്തിൽ മഹർഷിമാരോടുകൂടെ വന്നു ചേർന്നു. സാധാരണ വളരെ ശാന്തഭാവത്തിൽ ഉണ്ടാകാറുള്ള നാരദ മഹർഷി രൗദ്രഭാവം കലർന്ന മുഖത്തോടെ ഇപ്രകാരം പറഞ്ഞു, ഇനി 14-ാമത്തെ ആണ്ടിൽ കൗരവന്മാർ നശിക്കും. ദുര്യോധനന്റെ തെറ്റുമൂലം ഭീമാർജുനന്മാരുടെ ബലത്താലാണ് അത് സംഭവിക്കുക. ഈ വാക്ക് പറഞ്ഞ് വിളങ്ങി നിൽക്കുന്ന ബ്രഹ്മതേജസ്വിയായ ആ മഹർഷി ആകാശത്തിലേക്ക് ഉയർന്നു മറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവർക്കൊക്കെ പേടിയായി. അങ്ങനെ ഭീതരായ ദുര്യോധനൻ, കർണൻ, ശകുനി എന്നിവർ ഇനി ആചാര്യനായ ഗുരുനാഥനായ ദ്രോണർ മാത്രമേ തങ്ങൾക്ക് ശരണമായുള്ളൂ എന്ന് ധരിച്ച് ആ രാജ്യം തന്നെ ദ്രോണർക്ക് നിവേദിച്ചിട്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. ദ്രോണർ പറഞ്ഞു, പാണ്ഡവന്മാർ ദേവപുത്രന്മാരാണ്, അവർ അവധ്യരാണെന്നാണ് ബ്രാഹ്മണർ പറയുന്നത്. എന്നാൽ എന്നെ ശരണം പ്രാപിച്ചവരെയാണ് ഞാൻ രക്ഷിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളെ കൈവിടാനും ഞാൻ ശക്തനല്ല. പക്ഷേ പാണ്ഡവന്മാരെ തോൽപ്പിക്കുക എന്നത് അസാധ്യമാണ്. മാത്രമല്ല, ദൈവഹിതമാണ് എല്ലാറ്റിനും മേലെയെങ്കിലും പാണ്ഡവന്മാരാണെങ്കിൽ ചൂതിൽ തോറ്റ് ധർമ്മം പാലിക്കുന്നതിനായി
കാട് കയറിയവരാണ്. അവർ ഇത് ചോദിച്ചു വാങ്ങിയതിനും ഒരു കാരണമുണ്ട്. 12 വർഷം അവർ കാട്ടിൽ താമസിക്കും. ബ്രഹ്മചര്യം ആചരിച്ച് ക്രോധത്തെ അമർച്ച ചെയ്ത് അവർ ശത്രുക്കളെ മഹാദുഃഖത്തിലാഴ്ത്തി പക വീട്ടുക തന്നെ ചെയ്യും. മാത്രമല്ല, എന്നെ വധിക്കാനായിട്ട് പിറന്നവൻ അവരുടെ ബന്ധുവായ ദ്രുപദന്റെ മകനാണ്. അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വിധിയെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. നിങ്ങൾ പാണ്ഡവന്മാരെ നാടുകടത്തി എന്നതുകൊണ്ട് ഒന്നുമായില്ല. ഇപ്പോഴുള്ള ഈ സുഖം ക്ഷണികമാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചെങ്കിലും ഒരു മനസമാധാനം കിട്ടണമെങ്കിൽ സത്പ്രവൃത്തികൾ ചെയ്യുക. നിങ്ങളുടെ ഈ കാലത്തിന്റെ യോഗം അതൊന്ന് കടന്നുകൂടാൻ, ഇപ്പോൾ നിങ്ങൾ ചെയ്തു വെച്ച ഈ ദുഷ്കർമ്മ ഫലത്തിന്റെ ആ ഒരു വീര്യം ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് നന്മ ചെയ്യുക. ഇങ്ങനെ ദ്രോണർ പറഞ്ഞത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രം പറഞ്ഞു, ഗുരു പറഞ്ഞത് സത്യമാണ്. ഉടനെ പേടിച്ചിട്ട് ധൃതരാഷ്ട്ര പറയുകയാണ്, അവരെ തിരിച്ചു വിളിക്കൂ, പാണ്ഡുപുത്രന്മാരെ വരുത്തുക. ഇനി അവർ വരുന്നില്ലെങ്കിൽ എന്റെ മക്കൾ തേര്, ആന, അശ്വം, ആൾ, ആയുധ, സംഭോഗ വിഭവങ്ങൾ ഇവയോടുകൂടി മാനമായി പോകട്ടെ. എന്നിട്ട് അവർക്ക് വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കട്ടെ. ഇങ്ങനെ ഇരിക്കുന്ന ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് സഞ്ജയൻ വരികയാണ്. അങ്ങനെ സഞ്ജയനും പറഞ്ഞു, രാജാവേ, അങ്ങീ ചെയ്തത് എത്ര വലിയ അബദ്ധമാണ്. ഇവിടെ സഞ്ജയൻ ഒരു കാര്യം പറയുകയാണ്. കാലം ആരുടെയും തലക്കടിക്കുന്നില്ല. അതായത് ഇരുമ്പുലക്ക കയ്യിലെടുത്ത് ആരുടെയും തലയ്ക്കും വീശി അടിക്കുകയില്ല. പക്ഷേ നമ്മുടെ കാലം വിപരീതമായി വരുന്നത് വിപരീതമായ അർത്ഥത്തെ കാണിച്ച് നമ്മെ ആപത്തിലിറക്കി നശിപ്പിക്കുകയാണ് ചെയ്യുക. നമ്മുടെ സമയം മോശമാകുമ്പോൾ ബുദ്ധി വിപരീതമായി പ്രവർത്തിക്കും. പിന്നെ ചെയ്യുന്നത് മുഴുവൻ അബദ്ധമായിരിക്കും. അങ്ങനെ ആ അബദ്ധത്തിന്റെ ഫലമാണ് നമ്മൾ പിന്നീട് അനുഭവിക്കുക. ഇത് മാറാൻ വലിയ ഈശ്വരാനുഗ്രഹം വേണം. അങ്ങനെയുള്ളവരെ ഭഗവാൻ കാക്കുമെന്നാണ്. അപ്പോൾ ഭഗവാൻ കൃത്യമായ ഇടപെടലുകൾ നടത്തും. എങ്കിലും ആദ്യം പറഞ്ഞതുപോലെ നമ്മിലൂടെ എന്തോ ഒരു കാര്യം ഭഗവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചില അനുഭവങ്ങളിലൂടെ, ചില ദുരനുഭവങ്ങളിലൂടെ നമ്മളും കടന്നു പോകേണ്ടി വരും. അത് ക്ഷമയോടെ സഹിക്കാൻ പഠിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ഇത് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതനുഭവത്തെയും സഹിക്കാൻ പഠിക്കണം അർജുന എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ധൃതരാഷ്ട്രർ പറയുന്നു, ശരിയാണ് സഞ്ജയ, എന്നോട് വിതുരർ ഒരുപാട് പറഞ്ഞതാണ്, ഞാൻ കേട്ടില്ല. ഞാൻ മക്കളുടെ ഹിതം കാക്ഷിച്ച് വിതുരന്റെ വാക്കുകൾ സ്വീകരിച്ചില്ല. അവന്റെ വാക്കുകളെ അവഗണിക്കുകയാണ് ചെയ്തത് എന്ന് ധൃതരാഷ്ട്രർ കുറ്റബോധത്തോടെ പറയുന്നിടത്താണ് സഭാപർവം അവസാനിക്കുന്നത്. ഇനി അങ്ങോട്ട് വനപർവമാണ്. മഹാഭാരതം